ഉണ്ട്, പക്ഷേ മജോറിറ്റി നോക്കുമ്പോൾ വളരെ കുറവാണ്. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ മലയാളികൾ കുറച്ച് പേരുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പോണ സമയത്ത് കൂടുതലും അവിടെയുള്ള ആഫ്രിക്കൻസ് തന്നെയാണ്. അവർക്ക് ആരാണെന്നോ എന്താണെന്നോ ഒരു ഹീറോയിൻ ആണെന്ന് പോലും അറിയില്ല. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ആക്ടേഴ്സ് ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഫുൾ ടൈം നമ്മളവിടെ കൂടെ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഷോട്ട് കഴിഞ്ഞ് പോവുക അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒപ്പം നിന്ന് ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് നാക്കുപ്പൻ്റെ. ഞാനിതിൻ്റെ തുടക്ക സമയത്ത് ലൊക്കേഷനിലിരിക്കുമ്പം നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നുണ്ടോ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം ഗൾഫുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, അതൊരു ആദ്യത്തിൻ്റെ മുഖമുദ്രയായിട്ട് കരുതിയിരുന്ന ഒരു ഫാമിലികൾ കേരള സമൂഹത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. പക്ഷേ ഈ പറയും പോലെ അമേരിക്കക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക അല്ലെങ്കിൽ ദുബായിലാണ്. പക്ഷേ ഇപ്പോഴും എന്താണെന്നറിയില്ല, ആഫ്രിക്കയിലേക്ക് കല്യാണം കഴിച്ചയക്കുക എന്ന് പറയുന്നതിനോട് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു പ്രവണതയുണ്ട്. പോകാൻ പെൺകുട്ടികൾക്കും താല്പര്യം ഉണ്ടാവില്ല, വിടാൻ പാരൻസിനും താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ അമേരിക്കയെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു വേറൊരു ഇമേജ് കൊണ്ടായിരിക്കാം. എൻ്റെ കഥയിലെ കഥാപാത്രം ഇതുപോലെയാണ്. ശുഭ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഇന്ദ്രജിത്ത് ചെയ്യുന്ന വിനയ് എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഞാനും ചെറുപ്പം മുതൽ തന്നെ അമേരിക്ക സ്വപ്നം കണ്ട് വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ്. അമേരിക്കയിലേക്ക് കല്യാണം കഴിച്ച് പോകണം, അമേരിക്കൻ ലൈഫ് സ്റ്റൈലാണ് ഇവളുടെ മനസ്സ് മുഴുവനും. ഇതിങ്ങനെ ഒരു ഡ്രീമിലേക്ക് പോകാൻ കാരണം അച്ഛനുമാണ്. അച്ഛൻ എന്ന് വെച്ചാൽ എല്ലാവരുടെ മുമ്പിൽ മകളെ വലുതായി അമേരിക്കക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പറയും പോലെ അമേരിക്കയിലേക്കെന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയിൽ എത്തിപ്പെടുകയും അവിടെ എത്തുന്നതിന് ശേഷമുള്ള അവർ നേരിടുന്ന കുറേയധികം സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. ഓരോ സീൻസും നെക്സ്റ്റ് എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവും എന്നുള്ളത് എന്തായാലും നമ്മൾ അത്രയും വിശ്വസിക്കുന്നുണ്ട്. നല്ലൊരു കഥയും ചിത്രമായിരിക്കും നാക്കുപ്പൻ. അല്ല, ഓരോ സിനിമയ്ക്കും ഓരോ സിനിമയുടേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ നാക്കുപ്പൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു ഫിലിമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി വ്യത്യാസമായിരിക്കാം. നാക്കുപ്പൻ്റേതായ ആയിട്ടുള്ള ഒരു സവിശേഷതകളുണ്ട്. ഒന്നാമത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് വളരെ റെയറാണ് വന്നിട്ടുള്ളത്. ഇതുപോലുള്ളൊരു പ്രമേയം വന്നിട്ടുള്ളത്. എല്ലാ ഇൻഗ്രീഡിയൻസും വന്നിട്ടുണ്ട് ഈ ഒരു ഫിലിമിൽ. അതുപോലെ തന്നെ ലൊക്കേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാഴ്ചക്കാർക്ക് ഒരു വിരുന്നായിരിക്കും ഫിലിം കൊടുക്കുന്നത്. കാരണം ആഫ്രിക്ക എന്താണെന്ന് അറിയാനും ആഫ്രിക്കയിലെ കൾച്ചർ എന്താണെന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു ചിത്രം സഹായിക്കും. പിന്നെ എടുത്ത് പറയേണ്ടത് ആഫ്രിക്കൻ സംഗീതം അത്രയൊന്നും പരിചയമില്ല നമ്മുടെ മലയാളികൾക്ക്. ആ ആഫ്രിക്കൻ സംഗീതത്തെ ഈ സിനിമയിൽ എത്തിച്ചിട്ടുണ്ട് ഗോപി സുന്ദർ. ഒരു ട്രൈബൽ സോങ് തന്നെയുണ്ട് ഇതിൽ. അപ്പോൾ അതിലൂടെ ആഫ്രിക്കൻ സംഗീതം എന്താണ് എന്നൊക്കെ നമുക്കറിയാനായിട്ട് കഴിയും. ചിത്രത്തിൽ 3 പാട്ടുകളുണ്ട്. അതിൽ ഒന്ന് ഈ പറയും പോലെ ഒരു ട്രൈബൽ സോങ് ആണ് വരുന്നത്. അതിലൊരു പാട്ട് തുടങ്ങുന്ന ഞാനും ഇന്ദ്രജിത്തും പിന്നെ എല്ലാ ആക്ടേഴ്സും അനുശ്രീ പിന്നെ അങ്ങനെ എല്ലാ ആക്ടേഴ്സും വരുന്ന ഒരു പാട്ടുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ ഈ നമ്മുടെ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നാക്കുപ്പൻ്റെ നാക്കുട്ടാക്ക എന്നാണ് തുടങ്ങിയിരിക്കുന്നത് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ഗോപി സുന്ദർ അദ്ദേഹം ഒരു പുതിയൊരു സിംഗറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഗാനത്തിലൂടെ. പിന്നെ എടുത്ത് പറയേണ്ടത് ആ സോങ്ങിൽ ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഒരു ബ്ലാക്ക് ലേഡി ഈ നമ്മുടെ ഫിലിമിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ അതൊക്കെ അവരെയും അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ നാക്കുപ്പൻ്റാന്ന് തുടങ്ങുന്ന ഒരു പാട്ടിൻ്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ട്. സിനിമയല്ല സോങ് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ്. വരുന്ന സമയത്ത് പോണതിന് മുമ്പ് പേടിയുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെയാണ്, അയ്യോ നമ്മൾ കേട്ടതുപോലെയൊക്കെയാണോ, കേട്ടിട്ടുണ്ട് ലൂട്ട് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ക്രൈം റേറ്റ്സ് വളരെ കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. പേടി കൂടാൻ വലിയ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഇവിടെ ആഫ്രിക്കയിൽ പോണതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ വെച്ചിട്ട് ജയറാമേട്ടൻ്റെ വൈഫ് പാർവതി ചേച്ചിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 2011-10 കെനിയയിൽ പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവർക്ക് അത്രയും അയ്യോ കെനിയിലേക്കാണോ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് അവർ പാർവതി ചേച്ചിയൊക്കെ പറഞ്ഞു, എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു സൂക്ഷിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൂടെ കേട്ടപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അയ്യോ ഇനി എന്തൊക്കെ വരാൻ പോകണു എന്നൊക്കെയുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയും പോലെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചതിലും വേറൊരു ട്രീറ്റ്മെൻറ്റാണ് അവിടെ നിന്ന് കിട്ടിയത്. അവിടെയുള്ള ആളുകളാണെങ്കിലും വളരെ സ്നേഹമുള്ള ആളുകളാണ്. നമ്മുടെ അടുത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്തു, നന്നായിട്ട് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ ഈ ചിലപ്പോൾ ഉണ്ടാവാം, അപകടങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമുക്ക് ഈ പറയും പോലെ നമ്മളൊരു സെക്വേർഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പിനൊപ്പമായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. നമുക്ക് അവരുടെ കെനിയൻ പോലീസിൻ്റെ ഒക്കെ ഒരു നമ്മുടെ കൂടെ എപ്പോഴും സേഫ്റ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒന്നിനെ അങ്ങനെ അത്രയും അപകടകരമായിട്ടുള്ളൊരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഷൂട്ടിങ്ങിന് ഓഫ് കോഴ്സ് നമ്മൾ കേരളം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ നമ്മളൊരു മാസം ഒരു തടസ്സങ്ങളും കൂടാണ്ട് നമ്മൾ ചെയ്തു. എല്ലാവരും പറയുന്നുണ്ട് മലയാളത്തിലെ മറക്കുന്നു, മലയാളത്തിൽ ചെയ്യുമെന്ന്. അപ്പം ഞാൻ പറയുന്നത് എങ്ങനെ എല്ലാവരും എടുക്കുന്നു എന്നും എനിക്കറിയത്തില്ല. ഒരു വർഷം മാക്സിമം പോയി കഴിഞ്ഞ ഒരു ആക്ടറിന് 5 or 6 ചിത്രങ്ങൾ ചെയ്യാം. സ്പെഷ്യലി ഹീറോയിൻസിന് ഈ 5 or 6 ചിത്രങ്ങൾ നമ്മൾക്ക് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ചിത്രങ്ങളാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ മാത്രം നിൽക്കുമ്പോൾ ഒരു സമ്മർദ്ദം കൊണ്ട്, എന്നാൽ ഈ സമയത്ത് ചൂസി ആവുകയാണ് മലയാളത്തിൽ മാത്രം നിന്നിട്ട് പടങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വർഷത്തിൽ 2 or 3 പടങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ അതേ ആളുകൾ തന്നെ ചോദിക്കുകയും ചെയ്യും പടമൊന്നുമില്ലേ എന്ന്. സോ എല്ലാവരെയും ഇപ്പോൾ ഈ പറയും പോലെ നമുക്ക് തൃപ്തിപ്പെടുത്താനൊന്നും പറ്റില്ല. നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുക അത് ചെയ്യാം. ഞാൻ അതർ ലാംഗ്വേജിൽ പോയത് എനിക്ക് മലയാള സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വന്നത് എൻ്റെ മലയാളത്തിലൂടെയാണ്. മലയാള സിനിമയിൽ മികച്ച കഥാപാത്രങ്ങൾ, മികച്ച സിനിമകൾ ചെയ്യണം. ഞാനൊരു 2010 ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ അധികം അത്ര സീരിയസ് ഒന്നും ആയിട്ട് സിനിമ എടുത്തിട്ടുള്ള ഒരാളായിരുന്നില്ല വന്ന സമയത്ത്. ഇവിടെ വന്നിട്ട് എത്രയോ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് സിനിമ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം മുതൽ തന്നെ നല്ല സിനിമകൾ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് ചിലപ്പോൾ മണി മാറ്റർ മാത്രം നോക്കിയിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടും ഉണ്ട് ഞാൻ. ചിലപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥ അത്ര താല്പര്യമൊന്നും ഇല്ല എങ്കിൽ പോലും മണി മാറ്റർ നോക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു 2012 മുതൽ എനിക്കൊരു അതർ ലാംഗ്വേജിൽ പോയി കഴിഞ്ഞപ്പോൾ മുതലാണ് ഒരു കോൺഫിഡൻസ് കിട്ടിയത്. മണി എന്നുള്ളതല്ല, ഇനി മലയാള സിനിമയിൽ ചെയ്യുമ്പോൾ ഈ ഒരു ഫാക്ടറൊക്കെ വിട്ടിട്ട് മികച്ച സിനിമകൾ ചെയ്യണം. വർഷത്തിൽ സിനിമകളുടെ എണ്ണത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്ര സിനിമകൾ വരണം, ഓരോ മാസവും നമ്മുടെ പടങ്ങൾ വരണം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചെയ്യുന്ന പടങ്ങൾ 2 പടമേ ചെയ്തുള്ളൂ. പക്ഷേ ആ 2 പടവും മികച്ച ചിത്രങ്ങളായിരിക്കണം, അല്ലെങ്കിൽ ഒരു മികച്ച ഒരു ടീമിൻ്റെ ഫിലിം ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധവും വാശി ആ സമയം മുതലുണ്ടായി. അതിനുശേഷം മുതൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളതിൽ എനിക്ക് സംതൃപ്തി ചിത്രങ്ങളായിരുന്നു. ചിലപ്പോൾ ഒരു ടീമിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു മികച്ച ഒരു ഡയറക്ടറോടൊപ്പം നമ്മൾ ചെയ്യുന്നു. ചിലപ്പോൾ കഥാപാത്രത്തെക്കാളിലും ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമായിരിക്കും. അതായിരിക്കും നോക്കുക. ചില സമയത്ത് കഥാപാത്രങ്ങൾ പല ഫാക്ടേഴ്സ് ആയിരിക്കും വരുന്നത്. ഒന്നുമില്ല ഇതൊരു കുടുംബ ചിത്രമായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും, ഫാമിലിക്ക് കാണാം, യൂത്തിന് കാണാം, എല്ലാവർക്കും കണ്ടിരിക്കാനുള്ള, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ളൊരു ഫിലിമാണെന്ന്. എല്ലാവർക്കും കണ്ടിരിക്കാനുള്ള ഒരു ചിത്രമാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ ഇതുപോലെ ഇത്രയും ഡീപ്പായിട്ടൊരു ചിത്രത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഒരിക്കലും ഒരു പടത്തെക്കുറിച്ച് എനിക്ക് നുണ പറയാൻ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചിലപ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ഞാൻ ഇങ്ങനെ വന്നിരിക്കണമെന്നേ ഇല്ല. ഞാൻ എപ്പോൾ സ്കൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് അത്രയും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ സിനിമയിൽ, ഈ കഥയിലും വിശ്വസിക്കുന്നുണ്ട്. ഓഡിയൻസിന് അത്രയും ഇഷ്ടമാവുമെന്നുള്ളത് ഒരു 101% ഞാൻ പറയുന്നുണ്ട്. കാരണം അതുപോലൊരു മികച്ച കഥയുമായിട്ടാണ് വരുന്നത് ഈ ചിത്രം. മികച്ച കുറേ കഥാപാത്രങ്ങളുണ്ട്. എനിക്കൊന്ന് കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഈ ചിത്രത്തിൽ. മുരളിച്ചേട്ടൻ, ഇന്ദ്രൻ, സുനിൽ സുഗതൻ, അനുശ്രീ, ശങ്കരേട്ടൻ, അതുപോലെ തന്നെ സുധീർ കരമന, അങ്ങനെ കുറേയേറെ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം മുരളിച്ചേട്ടൻ്റെ ഞാൻ ഡബ്ബിങ്ങിന് പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു,
മുരളിച്ചേട്ടൻ്റെ മുമ്പുള്ള ഒട്ടുമിക്ക ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുമുണ്ട്. അടുത്ത കാലത്ത് ഇതേപോലെ വേറൊരു ഔട്ട്ലുക്കിൽ വരുന്നു. പിന്നെ ഈവൻ ഡബ്ബിങ്ങിൽ പോലും എത്ര എഫേർട്ടാണ് എടുത്തിട്ടുണ്ടെന്നറിയാം അദ്ദേഹം. വേറൊരു ശൈലി തന്നെയാണ്. കുലസിംഗം എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർപോൾ അന്വേഷിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലായിട്ടാണ് മുരളിച്ചേട്ടൻ വരുന്നത്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഔട്ട്ലുക്കിനൊപ്പം തന്നെ സംസാര രീതി വരെ വ്യത്യസ്തമാണ്. അതൊക്കെ ഡബ്ബിങ്ങിൽ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുധീർ കരമന ഗംഭീര ആക്ടറാണ് പുള്ളി. നന്നായിട്ട് ഓരോരുത്തരുടെയും ക്യാരക്ടർ അനുശ്രീ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശങ്കരേട്ടൻ എല്ലാവരും ഇതിലുള്ള ചെയ്തിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അതിൽ ചെയ്തിട്ടുള്ള ട്രൈബൽസ് അടക്കമുള്ളവരെയാണ് പറയണേ, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആസ്വദിച്ച് അറിഞ്ഞ് അഭിനയിക്കുകയായിരുന്നു സിനിമയിൽ.